എടി ജിജി മോളെ നില്ല് ചോദിക്കട്ടെ. നീ എന്റെ ജിജി മോളാണോ അത് ആഫീസിൽ വലിയ കോൺസെൻട്രോ? ഞാൻ പഴയ ജിജി തന്നെയാ. പക്ഷെ നീ പഴയ ബെല്ലാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നാ നിന്റെ എല്ലാ സംശയവും മാറ്റിയിട്ടേ വിടുന്നുള്ളൂ. വാ കേറ്. ഇപ്പോഴാണോ അതിന് നേരം കിട്ടിയത്? മാറി നിന്ന് എനിക്ക് പോണം. ജിജി നീ ഇങ്ങനെ അലമ്പാവല്ലേ? എന്നായാലും നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നല്ലേ ഉള്ളൂ. കേറിപ്പാ. വേണ്ട, എനിക്ക് ബസ് ഉണ്ട്. ബസ് കോപ്പ് കിട്ടും. ആ സെന്റ് മേരി അല്ലേ, അതിലെ കണ്ടക്ടറും പിള്ളേരും കൂടെ അടിയായിട്ട് അത് സമരത്തില്ല. എപ്പോ? ഇപ്പോ ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ. ബാ കേറി പോകുമ്പോ കാണിച്ചുതരാം. കേറ്. നീ എന്നാ തന്നെ ജിജി മോളെ എപ്പോഴും എന്നോട് ഇങ്ങനെ ഉടക്കുന്നേ? അത് ചോദിക്കാൻ പോലും നിനക്കിപ്പോ സമയമില്ലല്ലോ. ചോദിക്കാതങ്ങ് പറഞ്ഞാലോ. ബെല്ലിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഞാൻ തടസ്സം നിൽക്കുകയല്ല. എന്നുവെച്ചാ ഞാൻ ഒരു കാര്യം പറയട്ടെ. കുറച്ച് നാളെ ബെല്ലിന്റെ ഒരു ലോകത്താ. ആ ലോകത്ത് ഞാനില്ല, നിന്റെ വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഇസ്രയേലിലേക്കുള്ള പോക്കുമില്ല. അത് നീ പറ. ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നീ ചുമ്മാ കാണാവണ പറയല്ലേ ജിജി. നിന്നോടും കൂടെ ചോദിച്ചിട്ടില്ല ഞാൻ ബംഗ്ലാവിൽ ജോലിക്ക് പോയെ. അപ്പൊ ഒരു ജോലി ആകുമ്പോ അതിന്റെ സ്ട്രെസ്സും തിരക്കും ഒക്കെ ഉണ്ടാവത്തില്ലേ? നീ ഒന്ന് വന്നപ്പോ കണ്ടതല്ലേ? അവിടുത്തെ തിരക്ക് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. നാട്ടുകാരെന്നെ പറയുന്നുണ്ട്. ആൾക്കാരെന്ത് പറയുന്നു നല്ല എന്റെ വിഷയം. നീ എന്തൊക്കെയായി കാണിക്കുന്നത്? അതെനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ എന്നാ കാണിച്ചെന്നാ? ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ട് കളയുന്ന ബോധമുള്ളവർ ചെയ്യുന്നല്ലോ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം നീ ഒന്ന് വിടാവോ? എത്ര നേരം അതിന്റെ ഗുണവധികാരം. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അപ്പൊ ഞാൻ ഇടപെടണ്ടെന്നാണോ? നീ ഇടപെടണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ സമാധാനമായിട്ട് കേൾക്കുവോ? നിന്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ കോപ്പി ഉണ്ടല്ലോ. ഒരു നോട്ടറി വക്കീലിനെ കണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ഒറിജിനലിന്റെ അത്ര വിലയുണ്ടോ അതിന്? ഞാനത് ഫോർവേഡ് ചെയ്ത് നോക്കാം. ഇനി ഒറിജിനൽ കിട്ടാതെ വക്കീലന്മാരൊന്നും അറ്റസ്റ്റ് ചെയ്ത് തരത്തില്ലല്ലോ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാം. ആ ബംഗ്ലാവിൽ ഒരു റോണി വക്കീലുണ്ട്. മാഡം പറയുവാണെങ്കിൽ അയാളെ ചിലപ്പോൾ ചെയ്തു തരുമായിരിക്കും. പക്ഷെ ഞാൻ ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ലെന്ന് വിചാരിച്ചിരുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം? ഞാനവിടെ പോകുന്നത് നിനക്കും നാട്ടുകാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ സമാധാനമാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ കാര്യല്ലേ, നീ അങ്ങ് ചെല്ലും. തിരിച്ചു വന്നിട്ട് കുറ്റം പറയാനായിരിക്കും. ഞാൻ കുറ്റം പറയുന്ന ഈ ആൾക്കാരെന്ത് പറയുന്നു നോക്കിയിട്ടല്ല, നിന്റെ ഈ ഉത്തരവാദിത്തത്തിൽ അത് നടപ്പ് കണ്ടിട്ടാ. അത് ഞാൻ ചാവുന്നവരെ പറയുകയും ചെയ്യും. എന്തായാലും നീ അവിടം വരെ ഒന്ന് പോ, അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. ആ ബംഗ്ലാവ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. നോക്കട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നാ? നിനക്കെന്നെ തീരെ വിശ്വാസമില്ലല്ലേ? വിശ്വാസം ഇല്ലെങ്കിൽ വണ്ടി കയറുവോ? പിന്നെ എന്നാ തന്നെ ഈ പലക പോലത്തെ ബാഗ് നമ്മളുടെ കുത്തി കയറ്റിയേക്കുന്നത്? മാറ്റി പോരെ? ഇനി ഉഴപ്പരുത്. ഇല്ല, ഞാൻ നാളെ തന്നെ പോയി അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചോളാം. പോട്ടെ. ഓക്കെ ജിജി മോളെ. അടി മേടിക്കും. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നടക്കുവോ? ഇല്ല. പിന്നെ നീയൊക്കെ എന്നാ കാലത്തെ ചികിത്സയാണ് ചികിത്സിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ താമസമില്ലാതെ ചേട്ടായനത് തീർക്കുമല്ലേ? പിന്നെ നിന്റെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റി എഴുതിയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. പൊന്ന് കഴിവേറ മോളെ.
ആ സ്വത്ത് കൊണ്ട് സൂഹിക്കാനാ നിന്റെ പ്ലാനിങ്ങിലേ നടക്കേല വെറുതെ. പിന്നെ ചേട്ടായി ചത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ വിട്ടു പൊക്കോണം. നിന്റെ പഴയ ബിസിനസ് തുടങ്ങിക്കോണം. ആ പെങ്കൊച്ചിന് അവിടെ ഒരു പരീക്ഷയായി പോയി. അല്ലെ നേരത്തെ കാലത്തും വന്ന് ഞാനേ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ കുരുത്തം കേട്ടവളെ. അല്ല അതൊക്കെ പോട്ടെ. എങ്ങനെയാണ് നീ ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ? അല്ല ഇവിടുന്ന് വരുമ്പോഴേ അതിന് മുതലാക്കണ്ടേ? എന്നോട് ഒന്നും മിണ്ടാത്ത നിന്റെ വായ വരെ കൊണ്ടത്തിരി വെച്ചോപ്പാ. കട്ട് ചെയ്തു കാട് വേറെ നമ്മള്. കട്ട്ലറി അടി സ്വർണം വെക്കണം എന്നൊക്കെ ആശാരി ചുമ്മാ പറയുന്നത്. ഒന്ന് പതുക്കെ പറയാടി, അപ്പുറത്ത് വെല്ലുമിച്ച കേട്ടാറുണ്ടല്ലോ. നീ എന്താ ഈ പറയുന്നത്? കട്ട്ലയുടെ അല്ലിൽ സ്വർണം വെക്കണമെന്ന് വെല്ലുമിച്ച തന്നെയല്ലേ പറഞ്ഞത്? Please help me, Bill. Please. Help me, please. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ എന്തെങ്കിലും കടുങ്കം ചെയ്തു പോവും. എന്താ എന്ത് പറ്റി? അവര് വരുന്നുണ്ടോ? കേസ് നടന്നത് ഞാനില്ല. എനിക്കിനി വീട്ടിൽ തീരെ നിൽക്കാൻ പറ്റില്ല. അല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ എന്താഗ്രഹിച്ചാലും അവസാനം ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചുണ്ടോ? ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും വരുന്നില്ല.
ഈ പറഞ്ഞ് നിന്നെ ചേച്ചി കൊണ്ടുപോവില്ലേ? ഞാനതൊക്കെ എപ്പോഴേ വിട്ടതാ. എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? വാ, മതി കരഞ്ഞത്. നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. വാ. ഒന്ന് മുഖം കഴുകിക്കോ. ഒരു സെക്കൻഡ്. സെലീന മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബെല്ലൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എനിക്ക് എന്ത് സമാധാനം അറിയോ?